ഹലോ, അടുത്ത കുക്കിംഗ് വീഡിയോ ആണേ. ഞങ്ങളെ ലിഡിലിൽ പോയപ്പോഴേ കണ്ടതാട്ടോ ഇത്. നമ്മുടെ ട്യൂണ ചങ്ക്സ് സ്പ്രിംഗ് വാട്ടറിലുള്ള ഇത് വെച്ചിട്ടുള്ള ഒരു ഈസി പീസി റെസിപ്പി ആട്ടോ ഇത്. നിങ്ങൾക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ചിരകിയ തേങ്ങ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ 2 ക്യാനും ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള വാട്ടർ കളഞ്ഞിട്ടുള്ള ട്യൂണ ചങ്ക്സാണിത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാനിലോട്ട് ഇച്ചിരി ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനകത്തോടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അടുത്ത് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചേർത്തത്. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ അടുത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ കഞ്ഞി, പിന്നെ ചോറ്, അതിൻ്റെ കൂട്ടത്ത് നന്നായിട്ട് നല്ല കോമ്പിനേഷനാണ് ഇത്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സവാള ഒന്ന് വാടിയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന 2 ക്യാനും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇതിൻ്റെ ചങ്ക്സ് എല്ലാം നന്നായിട്ട് ഉടച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു ബൗളിലോട്ട് 1/2 ബൗൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ട്യൂണയിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ബൈ.